യൂത്ത് കോൺഗ്രസിനെ വിമർശിച്ചും SFIയെ പുകഴ്ത്തിയും മുതിർന്ന കോൺഗ്രസ് നേതാവ് PG കുര്യൻ സർവകലാശാല സമരങ്ങൾ ഉൾപ്പെടെ SFI ക്ഷുഭിത യൗവനത്തെ കൂടെ നിർത്തുന്നുവെന്നാണ് കുര്യൻ്റെ കണ്ടെത്തൽ. യൂത്ത് കോൺഗ്രസ് നേതാക്കളെ TV-യിൽ കാണാമെന്നും അദ്ദേഹത്തിൻ്റെ പരിഹാസം. താൻ പറഞ്ഞത് കേൾക്കാതിരുന്നതുകൊണ്ട് പത്തനംതിട്ടയിൽ 5 സീറ്റ് നഷ്ടമായെന്നാണ് കുര്യൻ്റെ കണ്ടെത്തൽ. കഴിഞ്ഞ തവണ ഇലക്ഷൻ കമ്മിറ്റിയിൽ ഞാനൊരു അഭിപ്രായം പറഞ്ഞു. ആ അഭിപ്രായം കേട്ടിരുന്നെങ്കിൽ 3 പേർ ജയിക്കുമായിരുന്നു. ഈ ജില്ലയിൽ ആരോടും ആലോചിക്കാതെ തീരുമാനങ്ങളെടുത്ത് നടപ്പാക്കി. അനന്തരഫലം ഞാൻ പറഞ്ഞ ചെയ്തിരുന്നെങ്കിൽ 3 പേര് ജയിക്കുമായിരുന്നു. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഉണ്ട്. അദ്ദേഹത്തെ വല്ലപ്പോഴൊക്കെ TV-യിലൊക്കെ കാണും. എന്തുകൊണ്ട് ഓരോ മണ്ഡലത്തിലും പോയി ചെറുപ്പക്കാരെ വിളിച്ചു കൂട്ടുന്നില്ല? ഒരു മണ്ഡലത്തിൽ 25 ചെറുപ്പക്കാരെ ഉണ്ടാക്കാൻ കഴിയില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയാം. ഈ ക്യാമ്പയിനൊക്കെ അപ്പുറത്ത് മാർക്സിസ്റ്റ് പാർട്ടി എന്തെല്ലാം എതിർപ്രചരണം ഉണ്ടെങ്കിലും അവരുടെ സംഘടന എത്ര ശക്തമാണ്. ഇന്നലെ SFIയുടെ സമരം നിങ്ങൾ കണ്ടില്ലേ? അഗ്രസീവായ യൂത്തിനെ അവരവരുടെ കൂടെ നിർത്തുന്നു. നമുക്ക് അഗ്രസീവ് ഒന്നും വേണ്ട. ഒരു മണ്ഡലത്തിൽ 25 പേരെ കൊണ്ടുവരും. ഇന്നലെ അതേ വേദിയിൽ തന്നെ PG കുര്യനെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-യുടെ മറുപടിയും കിട്ടി. കുടുംബ സംഗമങ്ങളിൽ യൂത്ത് കോൺഗ്രസ്സുകാർ കുറവായിരിക്കും, എന്നാൽ ആ കുറവ് തെരുവിലെ സമരങ്ങളിലില്ലെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ. ശ്രീ കുര്യൻ സാറ് സംസാരമധ്യേ എന്നോട് ഈ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങളെപ്പറ്റി പറഞ്ഞു. തീർച്ചയായിട്ടും അദ്ദേഹം ജില്ലയിൽ ഒരു മുതിർന്ന നേതാവെന്ന നിലയിൽ, സംസ്ഥാനത്തിൻ്റെ മുതിർന്ന നേതാവെന്ന നിലയിൽ ഞാനതിനെ ശിരസാ വഹിക്കുന്നു. ചെറുപ്പക്കാരില്ല എന്ന് അദ്ദേഹം പറയുമ്പം തന്നെ ആലപ്പുഴ ജില്ലയിലെ യൂത്ത് കോൺഗ്രസിൻ്റെ സഹപ്രവർത്തകർ ക്രൂരമായി പോലീസ് മർദ്ദനം ഏറ്റുവാങ്ങുന്നു എന്ന വാർത്ത അവിടുന്ന് ആളുകൾ സഹപ്രവർത്തകർ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ശരിയാണ്, കുടുംബസംഗമങ്ങളിൽ ചെറുപ്പക്കാരുടെ എണ്ണം ഒന്ന് കുറഞ്ഞെന്ന് വരും. പക്ഷേ ആ കുറയുന്ന ഒരെണ്ണവും തെരുവിൽ കുറയാതെ നോക്കുന്ന ബാധ്യത കൃത്യമായി വിജയ് അടക്കമുള്ള ജില്ലയിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ഈ സംസ്ഥാനത്തിനകത്തെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും നടത്തും. കുര്യൻ സാറ് തലക്കിട്ടൊരു കിഴുക്ക് കൊടുത്താ. എന്തായാലും AV ജയശങ്കർ ചേരുന്ന വിവരങ്ങളുമായി. പറയൂ ജയശങ്കർ, ഏത് സാഹചര്യത്തിലാണ് PG കുര്യനെ പോലെ ഒരു മുതിർന്ന നേതാവ് ഇത്തരമൊരു പരാമർശം യൂത്ത് കോൺഗ്രസിൻ്റെ വേദിയിൽ നടത്തിയത്? ഗുഡ് മോർണിംഗ് SKN. കോൺഗ്രസ് കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിൽ സംഘടിപ്പിച്ച സമരസംഗമം എന്ന പരിപാടിയിലാണ് PG കുര്യൻ്റെ ഇത്തരത്തിലുള്ള പരസ്യ വിമർശനം. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്, UDF കൺവീനർ അടൂർ പ്രകാശ് ഉൾപ്പെടെയുള്ള എല്ലാ നേതാക്കളും ഈ വേദിയിൽ ഉണ്ടായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലും ഉണ്ടായിരുന്നു. ആ ഘട്ടത്തിലാണ് SFIയെ പുകഴ്ത്തുകയും SFIയുടെ സർവകലാശാല സമരം കണ്ടുപഠിക്കണം, ക്ഷുഭിത യൗവനമാണ് SFIയുടേത്, അത്തരത്തിലുള്ള അവരുടെ ഊർജം സംഘടന ഉപയോഗിക്കുന്നു. ഒപ്പം തന്നെ എതിർ പ്രചാരണങ്ങൾക്കിടയിലും CPM-ൻ്റെ സംഘടനാ സംവിധാനം ശക്തമാണ്. ഈ ജില്ലയിലെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ്റെ പേര് ഉൾപ്പെടെ എടുത്തു പറഞ്ഞുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ്സുകാരെ കാണാൻ പറ്റുന്നത്. TV-യിൽ മാത്രമാണ്, മറ്റ് പൊതുയിടങ്ങളിൽ യൂത്ത് കോൺഗ്രസ്സുകാരെ കാണാനില്ല. 25 പേരെങ്കിലും മണ്ഡലങ്ങളിൽ ഇറങ്ങി പ്രവർത്തിക്കാനുണ്ടാകണം, അല്ലെങ്കിൽ കാര്യമില്ല എന്നും പറയുന്നു. എന്തായാലും നേതാക്കളെ ഇരുത്തിക്കൊണ്ട് മറ്റു ചില വിമർശനങ്ങൾ ഉന്നയിച്ചു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ താൻ മുന്നോട്ട് വെച്ച കാര്യങ്ങൾ അംഗീകരിച്ചിരുന്നെങ്കിൽ, അവ കേട്ടിരുന്നുവെങ്കിൽ ജില്ലയിൽ MLA ഇല്ലാത്ത സാഹചര്യം ഉണ്ടാകുമായിരുന്നില്ല. ജില്ലയിലെ സീറ്റുകൾ വിജയിക്കാൻ സാധിക്കുമായിരുന്നു. ഇത്തവണയെങ്കിലും താൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കണം. അന്നത്തെ KPCCയുടെ ഭാഗമായ അടൂർ പ്രകാശ് ചെറിയ പിഴവോട് ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ്. PG കുര്യൻ സാർ പറഞ്ഞത് പത്തനംതിട്ട ജില്ലയിലെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് വേദിയിലിരിക്കുമ്പോൾ അദ്ദേഹത്തെ TV-യിലൊക്കെ കാണാറുണ്ട് എന്നാണ് പറഞ്ഞത്. അദ്ദേഹം കുറച്ചുകൂടെ കാര്യമായി ഇറങ്ങി പ്രവർത്തിക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്.